സ്വാതന്ത്ര്യസമരകാലത്ത് സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് ജൂബ തയ്പ്പിച്ചു നൽകി വിപ്ലവം സൃഷ്ടിച്ച സ്വാതന്ത്ര്യസമര സേനാനിയാണ് തിരുവിതാംകൂറിലെ ജൂബ രാമകൃഷ്ണപിള്ള. 14-ാമത്തെ വയസ്സിൽ രാമകൃഷ്ണപിള്ള വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. വൈക്കം ക്ഷേത്രത്തിനു മുന്നിലെ പൊതുവഴികളിലൂടെ എല്ലാ ജാതിമതസ്ഥർക്കും നടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം നൽകണമെന്നാവശ്യപ്പെട്ട് 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. 7 ദിവസം വൈക്കം സത്യാഗ്രഹത്തിൽ വോളണ്ടിയറായി രാമകൃഷ്ണപിള്ള പങ്കെടുത്തു. മന്നത്ത് പത്മനാഭൻ, ടി കെ മാധവൻ തുടങ്ങിയ പ്രഗത്ഭരായ സമരസേനാനികളുടെ പ്രസംഗം കേട്ട രാമകൃഷ്ണപിള്ള ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി. 1910 ഓഗസ്റ്റ് 29-ാം തീയതി കൊല്ലം പന്മന ആശ്രമത്തിനടുത്തുള്ള കോലത്തുമുറിയിലാണ് രാമകൃഷ്ണപിള്ള ജനിച്ചത്. 1930-ലെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ പയ്യന്നൂരിലേക്ക് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട 22 അംഗങ്ങളിൽ രാമകൃഷ്ണപിള്ളയുമുണ്ടായിരുന്നു. പൊന്നറ ശ്രീധരൻ, NP കുരുക്കൾ, NC ശേഖർ തുടങ്ങി ശ്രദ്ധേയരായ സത്യാഗ്രഹികളോടൊപ്പം ആവേശപൂർവ്വം രാമകൃഷ്ണപിള്ള ജാഥയിൽ പങ്കെടുത്തു. അംശി നാരായണപിള്ളയുടെ വരിക വരിക സഹചരേ എന്ന വിപ്ലവഗാനം ആലപിച്ചുകൊണ്ടാണ് സത്യാഗ്രഹികൾ പയ്യന്നൂരിലേക്ക് മാർച്ച് ചെയ്തത്. ബർദോളിയിൽ ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ഗാന്ധിജിയെ 1930 മെയ് 4-ന് അറസ്റ്റ് ചെയ്തതോടെ നാടെങ്ങും ഉപ്പു സത്യാഗ്രഹം സജീവമായി. അതോടെ പോലീസ് അറസ്റ്റും മർദ്ദനവും രൂക്ഷമാക്കി ഉപ്പു സത്യാഗ്രഹത്തെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് നേതൃത്വം നൽകിയ സത്യാഗ്രഹികളിൽ പലരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. കൂട്ടത്തിൽ രാമകൃഷ്ണപിള്ളയുമുണ്ടായിരുന്നു. 6 മാസം തടവും 500 രൂപ പിഴയുമായിരുന്നു ശിക്ഷ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്നതിനിടയിൽ 1931-ലെ ഗാന്ധി ഇർവിൻ സന്ധി പ്രകാരം രാമകൃഷ്ണപിള്ള ജയിൽ മോചിതനായി. ഉപ്പ് സത്യാഗ്രഹത്തിൽ ക്രൂരമായ പോലീസ് മർദ്ദനത്തിനിരയായി ബോംബെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പൊന്നറ ശ്രീധരനെ കാണാൻ രാമകൃഷ്ണപിള്ള ബോംബെയിലേക്ക് കള്ളവണ്ടി കയറി. പക്ഷേ പൂനെയിൽ വെച്ച് പിടികൂടി ഇറക്കിവിട്ടു. പൂനെയിൽ വെച്ചാണ് രാമകൃഷ്ണപിള്ള ജൂബ തയ്ക്കാൻ പഠിച്ചത്. പൂനെയിൽ നിന്നും തിരിച്ചെത്തിയ രാമകൃഷ്ണപിള്ള തിരുവനന്തപുരം ഉപ്പളം റോഡരികിലെ വീട്ടിൽ സ്ഥിരതാമസമാക്കി. അംബുജവിലാസം റോഡരികിൽ ഇപ്പോൾ പ്രവർത്തനം നിലച്ച് കാടുമൂടിക്കിടക്കുന്ന ധന്വന്തരി മഠത്തിനടുത്തായി ഒരു തയ്യൽക്കട രാമകൃഷ്ണപിള്ള ആരംഭിച്ചു. അവിടെ ജൂബ തയ്ക്കാൻ തുടങ്ങിയതോടെ രാമകൃഷ്ണപിള്ള ജൂബ രാമകൃഷ്ണപിള്ളയായി. ജൂബ രാമകൃഷ്ണപിള്ളയുടെ ഒരു ജൂബ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഉപ്പളത്തെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതെൻ്റെ അപ്പൂപ്പൻ ഉപയോഗിച്ച ജുബ്ബയാണ്. അദ്ദേഹം തന്നെ വെട്ടി തയ്ച്ച് എടുത്തതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ സൂക്ഷിച്ചിരിക്കുകയാണ്. ജൂബ രാമകൃഷ്ണപിള്ളയുടെ മകൾ ലീലാവതി അമ്മയുടെ മകൾ യമുനയാണ് അപ്പൂപ്പന്റെ ജൂബ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നടക്കുന്ന ദേശീയ പ്രസ്ഥാന റാലികളിലും പൊതുസമ്മേളനങ്ങളിലും ജൂബ രാമകൃഷ്ണപിള്ള സജീവമായി പങ്കെടുത്തു. തയ്യൽ പഠിപ്പിക്കാൻ ജൂബ രാമകൃഷ്ണപിള്ള 1933-ൽ ഫ്രീ ഹരിജൻ തയ്യൽ വിദ്യാലയം തന്നെ ആരംഭിച്ചു. തയ്യലിൽ സൗജന്യ പരിശീലനം നൽകി. 1937 ആയപ്പോഴേക്കും ജൂബ രാമകൃഷ്ണപിള്ളയുടെ തയ്യൽ കടയും ജൂബായും പ്രശസ്തി ആർജിച്ചു. ഇക്കാലത്താണ് തിരുവിതാംകൂറിൽ സർ CP രാമസ്വാമി ദിവാനായി നിയമിതനാകുന്നത്. സെക്രട്ടേറിയറ്റിൽ ചിലർ ജൂബ ധരിച്ച് ജോലിക്ക് വരുന്നത് ദിവാൻ CP രാമസ്വാമിക്ക് ഇഷ്ടമായില്ല. എന്നാൽ ശ്രീചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ അമ്മാവൻ രാജരാജവർമ്മ ജൂബ ധരിച്ച് രാജാവിനെ കാണാൻ വന്നതോടെ ദിവാൻ CP രാമസ്വാമിയുടെ ജൂബയോടുള്ള ഇഷ്ടക്കേട് മാറി. 1937 ജനുവരി 15-ാം തീയതി ഗാന്ധിജി ജൂബ രാമകൃഷ്ണപിള്ളയുടെ തയ്യൽ വിദ്യാലയം സന്ദർശിച്ചു. ഗാന്ധിജിയോടൊപ്പം G രാമചന്ദ്രൻ, മഹാദേവ് ദേശായി, വിജയകുമാരി അമൃത കൗർ, പ്രഭാവതി ദേവി തുടങ്ങിയ സമരസേനാനികളുമുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ അന്നത്തെ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി ധന്വന്തരി മഠത്തിനരികിൽ ഗാന്ധിജിയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ പ്രസംഗം കേട്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തിയ സമരസേനാനിയാണ് ജൂബ രാമകൃഷ്ണപിള്ള. മദ്യവർജന കമ്മിറ്റി, ഖാദി പ്രചാരണ കമ്മിറ്റി തുടങ്ങി വിവിധ പ്രസ്ഥാനങ്ങളുടെ നേതൃസ്ഥാനത്ത് ജൂബ രാമകൃഷ്ണപിള്ള പ്രവർത്തിച്ചിരുന്നു. 1937-ൽ ഗാന്ധിജി ജൂബ രാമകൃഷ്ണപിള്ളയുടെ തയ്യൽ പരിശീലന വിദ്യാലയം സന്ദർശിച്ചപ്പോൾ
സന്ദർശക പുസ്തകത്തിൽ എഴുതിയ അഭിപ്രായം ജൂബ രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയായ എൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഉണ്ട്. എൻ്റെ അമ്മയുടെ അച്ഛനാണ് ശ്രീ ജൂബ രാമകൃഷ്ണപിള്ള. അദ്ദേഹത്തോടൊപ്പം ഈ ഇപ്പുറം റോഡിലെ ന്യൂ ഭാരത് വില്ലയിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. എൻ്റെ അമ്മയ്ക്ക് 4 മക്കളാണ്. അതിൽ ഞാനാണ് ഏറ്റവും മൂത്തത്. പിന്നെ ഒരാൾ എറണാകുളത്തും ഒരാൾ അടുത്താണ് താമസം. ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഞങ്ങൾ വളർത്തിയതൊക്കെ നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയാണ്. എൻ്റെ അമ്മയും അച്ഛനും ജോലിയൊക്കെ പുറത്തായിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റായിട്ടാണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. പുറത്തൊന്നും പോകാനുള്ള അനുവാദമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലേ ഞാൻ ഇവിടെ അപ്പൂപ്പനെ അന്വേഷിച്ച് വരുന്ന ആൾക്കാരെയൊക്കെ ഈ തൊഴിലാളി ആൾക്കാരെയൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. വീട്ടിൽ ഇരിക്കാൻ പോലും നേരമില്ലാതെ അവർക്ക് വേണ്ടി ഓടി നടന്ന് ഓരോ കാര്യങ്ങൾക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ അടുത്ത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് 50 റോഡിലൊരു ടൈലറിങ് യൂണിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് എൻ്റെ ഓർമ്മയിൽ അതില്ല. പിന്നെ അവിടെ വെള്ളക്കടവിൽ ഈ താഴ് ജനങ്ങൾക്കായി വേണ്ടിയുള്ള ഒരു ക്ലാസ്, ഒരു തയ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഉച്ചഭക്ഷണമൊക്കെ കൊടുത്തിരുന്നു. ഇന്ത്യയിലെ പ്രഗത്ഭരായ സ്വാതന്ത്ര്യ സമര സേനാനികളുമായി ബന്ധപ്പെടാൻ ജൂബ രാമകൃഷ്ണപിള്ളയ്ക്ക് കഴിഞ്ഞിരുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ നേതാക്കളുടെ തിരുവനന്തപുരത്തെ സന്ദർശനങ്ങളിലും സമ്മേളനങ്ങളിലുമെല്ലാം ജൂബ രാമകൃഷ്ണപിള്ള പങ്കെടുത്തു. ജൂബ രാമകൃഷ്ണപിള്ളയെ ശ്രദ്ധേയനാക്കിയ മറ്റൊരു സംഭവം തിരുവനന്തപുരം നഗരത്തിലെ തോട്ടികളെ സംഘടിപ്പിച്ചു എന്നതാണ്. മനുഷ്യരുടെ വിസർജന വസ്തുക്കൾ ചുമന്നു മാറ്റാൻ വിധിക്കപ്പെട്ട തോട്ടികളെന്ന പേരിൽ അറിയപ്പെട്ടവരെ സഹായിക്കാൻ 1944 സ്കാവഞ്ചേഴ്സ് യൂണിയൻ രൂപീകരിച്ചു. എന്നാൽ പുന്നപ്ര വയലാർ സമരത്തെ തുടർന്ന് ദിവാൻ CP രാമസ്വാമി തിരുവിതാംകൂറിലെ എല്ലാ തൊഴിൽ സംഘടനകളെയും നിരോധിച്ചു. പ്രധാനപ്പെട്ട നേതാക്കളെ ദിവാന്റെ നിർദ്ദേശത്തെ തുടർന്ന് ജയിലിലടച്ചു. തൊഴിലാളി പ്രവർത്തകനായ ജൂബ രാമകൃഷ്ണപിള്ളയെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജൂബ രാമകൃഷ്ണപിള്ള കൊല്ലവർഷം 1123 1123/2 എന്ന രജിസ്റ്റർ നമ്പറിൽ വീണ്ടും തോട്ടികളുടെ സംഘടന രൂപീകരിച്ച് അവകാശങ്ങൾക്കായി സമരം ചെയ്തു. തോട്ടികൾക്ക് റേഷൻ കാർഡ്, ശമ്പള വർധനവ് എന്നിവയെല്ലാം നേടിക്കൊടുക്കാൻ ജൂബ രാമകൃഷ്ണപിള്ളയ്ക്ക് കഴിഞ്ഞു. സിറ്റി സ്കാവഞ്ചേഴ്സ് യൂണിയനിലൂടെ തോട്ടി തൊഴിലാളികൾ എന്ന് വിളിച്ചിരുന്നവരെ മനുഷ്യരാക്കിയെടുക്കാൻ ജൂബ രാമകൃഷ്ണപിള്ളയ്ക്ക് കഴിഞ്ഞു. 1933 ജൂലൈ 26 ജൂബ രാമകൃഷ്ണപിള്ള ആരംഭിച്ച ഹരിജന തയ്യൽ വിദ്യാലയത്തിൽ നിന്ന് 2226 കുട്ടികൾ തയ്യൽ പഠനം നടത്തി. 1972 താമ്രപത്രം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ലക്ഷ്മിക്കുട്ടി അമ്മയാണ് ഭാര്യ. ഏകമകൾ ലീലാവതി അമ്മ. 2005 ഓഗസ്റ്റ് 18 ജൂബ രാമകൃഷ്ണപിള്ള എന്ന സ്വാതന്ത്ര്യ സമര സേനാനി അന്തരിച്ചു. ലീലാവതിയുടെ മകൾ യമുനയുടെ മനസ്സിൽ മുത്തച്ഛന്റെ ഓർമ്മകൾ നിറയെയുണ്ട്.